പെരുമയെല്ലാം ആളുന്ന പെരുമാൾ കൂടി വന്ന കൊട്ടിയൂര് കൂടിയ ഊരാണിത്. ത്രിമൂർത്തികൾ കൂടിയ ഊര്, എല്ലാ നന്മകളും കൂടിയ ഊര്, നല്ല ഊർജ്ജങ്ങൾ കൂടിയ ഊര്. ഇവിടേക്ക് എത്തുമ്പോൾ തന്നെ ആ നല്ല ഊർജ്ജങ്ങൾ സ്വയം വന്ന് ചേരുകയാണ് ഉണ്ടാകുന്നത്. കൊട്ടിയൂർ പെരുമാളെ അയിമ്പെരുമാളിടത്തിൽ ഒന്നായ കൊട്ടിയൂരെത്തി ദർശിക്കുവാനെത്തുമ്പോൾ മറ്റൊരു സൗഭാഗ്യം കൂടി. മൂകാംബികയിൽ നിന്ന് മൂകാംബിക ഉപാസകനായി മൂകാംബിക സാന്നിധ്യത്തെ അടുത്തറിയുവാനാകുന്ന അടിക ശ്രീ സുബ്രഹ്മണ്യ അടിക കൊട്ടിയൂരപ്പനെ തൊഴാനായി എത്തിയിരിക്കുമ്പോൾ അദ്ദേഹത്തെ ഒന്ന് കാണുവാനും അദ്ദേഹത്തിൽ നിന്ന് കൊട്ടിയൂരപ്പനെക്കുറിച്ച് കൊട്ടിയൂർ മഹാത്മ്യത്തെക്കുറിച്ച് മൂകാംബിക സാന്നിധ്യത്തിനൊപ്പം കേൾക്കുവാനുള്ളൊരു മഹാഭാഗ്യവും കൂടിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രണാമം. നമസ്തേ. കൊട്ടിയൂർ ഇപ്പോൾ രണ്ടാമത്തെ തവണയാണോ വരുന്നത്? എങ്ങനെയാണ് തോന്നുന്നത് ഇവിടെ വന്ന് തൊഴുത്തിട്ട്? എന്താന്നാൽ കൊട്ടിയൂർ ഈ ശിവൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രകൃതിയാണ്. ശിവൻ വേറെ അല്ല, പ്രകൃതി വേറെ അല്ല. പ്രകൃതിയായിട്ട് നമ്മൾ ശിവനെ കാണുന്നത് ഇവിടെ മാത്രമാണ്. ലോകത്തിൽ എല്ലാ സ്ഥലത്തിലും അമ്പലമായിട്ട് ശിവനെ കാണും, പക്ഷേ ഇവിടെ പ്രകൃതിയായിട്ട് നമ്മൾ ശിവനെ കാണുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകത. നമ്മുടെ ശാസ്ത്രങ്ങളും അങ്ങനെ തന്നെ പറയുന്നത്, പീഠം യസ്യാം ധരിത്രീം ജലധര കലശം ലിംഗം ആകാശരൂപം നക്ഷത്രം പുഷ്പമാല്യം ഗ്രഹഗണ കുസുമം നേത്രചന്ദ്രാർക്കവഹ്നിം കുക്ഷൗ സപ്തസമുദ്രം ഭുജഗിരി ശിഖരം സപ്തപാതാളപാദം വേദം വക്ത്രം ഷടാംഗം ദശദിശി വദനം ദിവ്യലിംഗം നമാമി എന്നിട്ട് എന്നാൽ പീഠം ലിംഗത്തിൻ്റെ ഒരു ലിംഗം ശിവലിംഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പീഠം ഏതെന്നാൽ ഈ ധരിത്രി തന്നെയാണ്. എന്നാൽ ഈ ഭൂമി തന്നെ പീഠം യസ്യാം ധരിത്രീം ജലധര കലശം എന്നാൽ മേഘങ്ങളാണ് കലശം. ലിംഗം ആകാശരൂപം, ആകാശം തന്നെ ലിംഗമാണ്. നക്ഷത്രം പുഷ്പമാല്യം, പുഷ്പമാല്യം ഏതാണ്? നക്ഷത്രം പുഷ്പമാല്യം ഗ്രഹഗണ കുസുമം നേത്രചന്ദ്രാർക്കവഹ്നിം ചന്ദ്രനും പിന്നെ സൂര്യനാണ് നേത്രചന്ദ്രാർക്കവഹ്നിം കുക്ഷൗ സപ്തസമുദ്രം, കുക്ഷിയിൽ സപ്തസമുദ്രങ്ങൾ ദശദിശി വദനം, ശിവൻ്റെ എല്ലാ ദിക്കുകളാണ് ശിവൻ്റെ മുഖങ്ങൾ. ദിവ്യലിംഗം നമാമി. അങ്ങനെ അത് നമ്മൾ പ്രത്യക്ഷമായിട്ട് കാണുന്നത് ഇവിടെ മാത്രമാണ്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇവിടെ എപ്പോഴും തൊഴാൻ വരുമ്പോൾ നമുക്ക് പ്രകൃതിയാണ്, ഈ ശ്ലോകമാണ് നമ്മൾക്ക് എപ്പോഴും അത് മൂർത്തീകരിച്ചിട്ട് കാണുന്നത് ഇവിടെയാണ്. അതിനെക്കൊണ്ട് ഇവിടെ വരുന്നവർക്കും എല്ലാവർക്കും നമുക്കും എല്ലാവർക്കും നല്ലതാവട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അങ്ങ് ജഗന്മാതാവിൻ്റെ മൂകാംബികാദേവിയുടെ പദാരവിന്ദങ്ങളിൽ സ്വയം സമർപ്പിച്ച ജീവിതമാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ആ ഒരു വരവ്, അവിടെയും ഇവിടെയും ആ ശക്തി സ്വരൂപങ്ങളുടെ ഊർജ്ജത്തെ എങ്ങനെയാണ് പരബ്രഹ്മം എന്നുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കുന്നത്? അത് പറയുന്നത് ബലിയസി കേവലം ഈശ്വരം ഇച്ഛാന്ന്, ഈശ്വരൻ്റെ ഇച്ഛമാണ് എപ്പോഴും അതിക്ക് ഒരു ബലം ഉണ്ടാവുന്നത്. കൊണ്ട് ശിവൻ വിളിച്ചു വന്നു, തൊഴുതു, അവിടെ പോവാണ് ഒരു ഭാഗ്യമാണ് എന്ന് പറയാം. ശരിക്കും ആചാര്യനിൽ നിന്ന് നന്മയുടെ ഊർജ്ജം കൊട്ടിയൂരിനെ കുറിച്ച് ഇത്ര വ്യക്തമായി, അതായത് കൊട്ടിയൂരിലെ മഹാദേവനെ പ്രകൃതി സ്വരൂപമായി നമുക്ക് ഇത്ര വ്യക്തമായി പറഞ്ഞു തന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് എന്തുകൊണ്ട് കൊട്ടിയൂരിലെത്തുമ്പോൾ, ഈ പെരുമാൾക്കിടം എത്തുമ്പോൾ നമുക്ക് ഇത്ര ഊർജ്ജമാകുന്നതെന്ന് ആ വാക്കുകളിലൂടെ അദ്ദേഹം പറഞ്ഞു തന്നിരിക്കുന്നു. അത് നമുക്ക് മൂകാംബിക പ്രസാദമായി സ്വീകരിക്കാം, മഹാഗുരുവായ പെരുമാളുടെ അനുഗ്രഹമായി സ്വീകരിക്കാം.